PSC കോഴ വിവാദത്തിൽ ആരോപണ വിധേയനെതിരെ അച്ചടക്ക നടപടിയെടുത്ത് മുഖം രക്ഷിക്കാൻ ശ്രമിച്ച CPM ഒടുവിൽ പ്രതിക്കൂട്ടിലായി. പണം നൽകിയത് ആർക്ക്, എന്തിനു നൽകി, എപ്പോൾ നൽകി തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത ആവശ്യപ്പെട്ട് നടപടി നേരിട്ട് പ്രമോദ് കോട്ടൂളി നടത്തിയ പ്രതിഷേധമാണ് CPMനെ പ്രതിസന്ധിയിലാക്കിയത്. പ്രമോദ് ചോദിച്ച ചോദ്യം തന്നെ ജനങ്ങളും ചോദിക്കുമ്പോൾ അതിന് CPM എന്തു മറുപടി നൽകും എന്നതാണ് ഇനി അറിയേണ്ടത്. പാർട്ടി നടപടി നേരിട്ടയാൾ പാർട്ടിയെ വെല്ലുവിളിച്ച പ്രതിഷേധത്തിനൊരുങ്ങുക. CPMൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നാടകീയ നീക്കത്തിനാണ് കോഴിക്കോട് സാക്ഷ്യം വഹിച്ചത്. PSC കോഴ വിവാദത്തിൽ ആരോപണ വിധേയനെതിരെ അച്ചടക്ക നടപടിയെടുത്ത് മുഖം രക്ഷിക്കാൻ ശ്രമിച്ച CPMനെ പ്രതിക്കൂട്ടിലാക്കുന്നതായിരുന്നു പ്രമോദിന്റെ സത്യാഗ്രഹ സമരം. കോഴ നൽകിയെന്ന് പരാതിപ്പെട്ട ആളുടെ വീടിന് മുന്നിൽ സമരം നടത്തിയ പ്രമോദ് കോട്ടൂളി ഉന്നയിച്ച ചോദ്യങ്ങളും പ്രസക്തമായിരുന്നു. പണം നൽകിയത് ആർക്ക്, എന്തിനു നൽകി, എപ്പോൾ നൽകി തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വേണം എന്നതായിരുന്നു പ്രമോദ് പറഞ്ഞത്. പാർട്ടിയുടെ ഒരു ഘടകത്തിന് മുന്നിൽ മാത്രം പരാതി നൽകിയ ശ്രീജിത്ത് എന്ന വ്യാപാരി കോഴ ആരോപണം ഉയർന്ന ഘട്ടത്തിലൊന്നും തന്നെ ചിത്രത്തിലെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രീജിത്തിന്റെ വീടിന് മുന്നിൽ സത്യാഗ്രഹം നടത്തിയ പ്രമോദ് ലക്ഷ്യമിട്ടത് CPMനെ തന്നെയാണെന്ന് വ്യക്തം. പാർട്ടിക്ക് കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രമോദ് പ്രവർത്തിച്ചു എന്നതാണ് അച്ചടക്ക നടപടിക്ക് കാരണമായി CPM പറഞ്ഞത്. എന്നാൽ ആ പ്രവൃത്തി എന്താണ് എന്ന് പാർട്ടി വ്യക്തമാക്കിയിട്ടുമില്ല. അവിടെയാണ് പ്രമോദിന്റെ ചോദ്യം ജനങ്ങളുടെ കൂടി ചോദ്യമാവുന്നത്. അതായത് എന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് പുറത്താക്കിപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ മരണപ്പെട്ടു എന്നാണ്. എന്റെ ജീവിതമാണ് പോയത്. ആ ജീവിതത്തിനകത്ത് ഇങ്ങനെയാണ് ഇയാൾ ചെയ്തത്. 22 ലക്ഷം രൂപ കോഴ പ്രമോദ് വാങ്ങിയിട്ടുണ്ടോ? അത് ഈ സമൂഹത്തിനോട് പറയണം. പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെ ബലിയാടാക്കി എന്നത് പുറത്തു കൊണ്ടുവരാനാണ് പ്രമോദ് ശ്രമിക്കുന്നത് എന്നത് വ്യക്തം. PSC കോഴ ആരോപണം മറച്ച് റിയൽ എസ്റ്റേറ്റ് ബിനാമി ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പാർട്ടി നടപടി CPMനെ തന്നെ തിരിച്ചടിയാവും എന്ന സൂചനയാണ് സമരത്തിലൂടെ പ്രമോദ് നൽകുന്നത്. പാർട്ടിക്ക് കളങ്കം വരുത്തുന്ന പ്രവൃത്തിയിൽ താൻ മാത്രമല്ല പ്രതി എന്ന് പറയാതെ പറയുകയായിരുന്നു സത്യാഗ്രഹത്തിലൂടെ പ്രമോദ്. ഇവിടെ പ്രമോദ് ഉന്നയിച്ച സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും പാർട്ടി മറുപടി നൽകിയില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയാവും CPMൽ സൃഷ്ടിക്കുക. ശ്യാം കെ വാര്യർ, അമൃത ന്യൂസ്, കോഴിക്കോട്.